സൗണ്ട് എന്നിട്ട് അവിടെ നല്ല ബ്ലോക്കാണ്. ഞങ്ങള് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കറുകപ്പള്ളിയിലാണ് കേട്ടോ പോണത്. ബീവീസ് ബിരിയാണി അല്ലേടോ, അതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോണത്. 100 രൂപയുള്ളൂ എന്നാണ് ചെയ്തിട്ടും പറയണത്. ആണാ, നമുക്ക് ഹാഫ് കഴിച്ചാൽ മതിയാ. നോക്കാം അവിടെ ചെന്നിട്ട്. ഇപ്പൊ ഒരു ഫുൾ ബിരിയാണി ഒന്നും കഴിക്കാനുള്ള ഇതില്ല. അപ്പൊ നമ്മള് അത് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഇപ്പൊ തന്നെ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഈ കറുകപ്പള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ ഒരു 10 മിനിറ്റ് ഇല്ല കേട്ടോ. അത്ര അടുത്താണ് പോകാനായിട്ട്. പിന്നെ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണെന്നാണ് ചെയ്തതും പറയണത്. നമുക്കിനി അവിടെ ചെന്ന് നോക്കാം. നല്ല തിരക്കായിട്ട് ഉണ്ടാവാനാണ് സാധ്യത. 1:30 ആയല്ലോ. പോവാണ് കേട്ടാ. പക്ഷെ ഇതുവരെ ഹോട്ടല് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പതിവ് പോലെ സേതുവിന് സ്ഥലം മറന്നുപോയി. സേതുവേട്ടൻ വഴി മറന്നുപോയി നമ്മുടെ ബിരിയാണിയുടെ. അപ്പൊ ഇനി വീണ്ടും തിരിക്കാനായിരിക്കും പോണത്. അല്ല സേതുവേട്ടാ, ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാപ്പാ. ഇനി തിരിക്കുന്നില്ല. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മയുടെ ഓഫീസ്. സിനിമാക്കാരുടെ ഒക്കെ ആ അമ്മയുടെ ഓഫീസിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് കേട്ടോ ഈ ഹോട്ടല് വന്നിട്ട്. ചിക്കൻ ബിരിയാണി, സൈഡന് ഹാഫ് ബീഫ് ബിരിയാണി, എനിക്ക് ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. മുട്ട വെക്കണോ? പിന്നെ ഞാൻ എനിക്കൊരു എഗ്ഗും കൂടെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതില് പറയാം, അവരെന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബീഫ് റോളൊക്കെ. ഇതിലെന്തോ അച്ചാറ്, പിന്നെന്തോ ഇങ്ങനത്തെ സാലഡ് ബിരിയാണി വന്നിട്ടില്ല. കൊണ്ടുവരുന്നുണ്ട്. ലാണ് കേട്ടോ ഈ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യണത്. അത് കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ബിരിയാണി അങ്ങനെ കഴിച്ചിട്ടില്ല ഇലയില്. ഇത് ചെയ്തിട്ട് എവിടെ നിന്ന് കണ്ടതാ? എടി ഇത് ഞാനേ തൃപ്പൂണിത്തുറ പോകില്ലേ, അപ്പം നമ്മളാ ഒരു യദുവിന്റെ ഇത് കണ്ടില്ലേ, അതിന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിലെ കൂടി പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഒരു 10 രൂപയുടെ ഇത് തന്നെ കേട്ടാ. ഒരെണ്ണം മതി. നിനക്ക് വേണോ? ഇതൊന്നും വേണ്ടേ ഈ സാലഡൊക്കെ? കഴിക്കട്ടെ. മേടിച്ചിട്ട് ഒത്തിരി ഉണ്ട് അല്ലേ? അതാ നമുക്ക് അധികം കഴിക്കണില്ലല്ലോ. കഴിക്കട ഒരു പായം കഴിക്കാൻ വേണ്ടിട്ട്. സൂപ്പറാ. ബീഫ് സോഫ്റ്റ് ആണോ?
ബീഫൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടാ, തൊട്ട് കഴിഞ്ഞാൽ വിട്ടുപോകും, പഞ്ഞി പോലത്തെ ബീഫായിരുന്നു കേട്ടാ. അതുപോലെ തന്നെ ചിക്കനും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ മസാലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ, കറക്റ്റ് പാകത്തിനായിരുന്നു കേട്ടാ. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടാ. അരിയിലാണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും ലുക്കിലാണെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ടും നല്ല ഫ്ലേവർഫുൾ റൈസ് ആയിരുന്നു കേട്ടാ. ചിക്കൻ ബിരിയാണിയുടെ റൈസിനേക്കാളും കുറച്ചും കൂടെ ചെറിയ റൈസ് ആയിരുന്നു ബീഫ് ബിരിയാണിയുടേത് കേട്ടാ. രണ്ട് റൈസിനെ ആ സ്റ്റോക്കിലൊക്കെ കിടന്ന് വെന്തേന്റെ ആ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ഇത്രയും ഫ്ലേവർഫുൾ ആയിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണിക്ക്. സേതുവേട്ടൻ എന്റെ ബിരിയാണിയും ടേസ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷെ സേതുവിന് ബീഫ് ബിരിയാണിനേക്കാൾ ഒരുപടി മുകളിൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് തന്നെ പാഴ്സലും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഹാഫ് ബിരിയാണി അല്ല, ഫുൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ കുറച്ച് ബീഫ് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, അതും കിടിലനായിരുന്നു. പിന്നെയും ഞങ്ങളൊരു ഹാഫ് ചിക്കൻ ബിരിയാണിയും കൂടെ പറഞ്ഞു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. വയർ അപ്പോഴേ ഫുള്ളാണ്. ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും ഞങ്ങളൊരു ഹാഫ് ബിരിയാണിയും കൂടെ പറഞ്ഞു. എനിക്ക് ചിക്കൻ കറി കണ്ടു കഴിഞ്ഞാൽ അപ്പലോ അയ്യോ, എനിക്ക് കുറെ സാലഡ് സാലഡ് ആണെങ്കിൽ ഒരു സിമ്പിൾ സാലഡ് ആയിരുന്നു കേട്ടോ. ഓണിയനും ബീട്രൂട്ടും കൂടി ചേർന്നതായിരുന്നു. സത്യം. അതുപോലെ ബീഫ് ബിരിയാണി അതിന് വേറെ ഫ്ലേവർ ആയിരുന്നു റൈസിന്. ടേസ്റ്റ് ഇതിൽ എച്ചൂരാന്നാലും വാങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവള് നമ്മളെ കൊല്ലും. ടോട്ടൽ എത്ര ബിരിയാണി വാങ്ങി? നമുക്ക് റേഡിയോ വെച്ചിട്ടുണ്ട്. ബില്ല് കൊടുക്കണം. ഇത്ര ഉള്ളു കേട്ടോ കടയൊക്കെ. ആളുകൾ വന്ന് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റുമായിരുന്നു. ഇതാണ് ഇപ്പൊ നമ്മുടെ കട വരുന്നത്. ബീവി ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ ഊണെന്നൊക്കെ പറയില്ലേ, അതുപോലെ തോന്നി കേട്ടോ. ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബിരിയാണി പോലെ തന്നെ. വലിയ ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ്. വയറങ്ങിട്ട് പൊട്ടാതായി. ഞങ്ങൾക്ക് ഇനി ഒന്ന് ബാങ്കിൽ പോണം. ബാങ്കിൽ പോയാൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പറ്റിയ നിങ്ങളൊന്ന് ബീവി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യൂട്ടാ. പ്രമോഷൻ ഒന്നും അല്ല കേട്ടാ. ബൈ.